അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ നടക്കാൻ പോകുന്ന അഖീദ പരീക്ഷയ്ക്ക് ഉപകരിക്കുന്ന കുറച്ച് വാക്കുകളുടെ അർത്ഥങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ചിലപ്പോൾ വന്നാൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. പരമാവധി 1-2 പരീക്ഷകൾ, അതായത് ഇന്നലത്തെയും 2 പരീക്ഷകൾ ബുദ്ധിമുട്ട് കുറവാണെങ്കിൽ ഈ പരീക്ഷ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ടഫ് വരുന്ന ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പരമാവധി ഇത് കൂട്ടുകാരിൽ പെട്ടെന്ന് ഷെയർ ചെയ്യുക. കാരണം പരീക്ഷയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെയുള്ളതൊക്കെ വരുമോ എന്ന് സംശയം തോന്നിയിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ്. ഇതിൽ ഒന്നാമത്തെ പാഠത്തിൽ നമുക്കറിയാം കുല്ലും ഫി ഫലക്കി യസ്ബഹൂൻ എന്നുള്ളത് ഫലക്ക്, ഗോളങ്ങൾ എന്നാണ് അർത്ഥം. അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സുബ്ഹാന റബ്ബിൽ അഅല വബിഹംദിഹി എന്നുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അതിന് പുറമെ സുബ്ഹാന എന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ എന്നാണ് അർത്ഥം. പിന്നെ നമുക്കറിയാം രണ്ടാം പാഠത്തിൽ ഷിർക്ക്, ബഹുദൈവ വിശ്വാസം, അതുപോലെ തൗഹീദ്, ഏകദൈവ വിശ്വാസം, അതുപോലെ അള്ളാഹു ദാത്തിലും എന്ന് പറയുന്നുണ്ട്. ദാത്ത് പറഞ്ഞാൽ സത്ത എന്നാണ് അർത്ഥം. അതുപോലെ സിഫാത്ത് എന്ന് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ വിശേഷണം, അതിന് വിശേഷണങ്ങൾ എന്നർത്ഥം, സിഫാത്തുകൾ. അതുപോലെ അഫ്ആൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ. തൗഹീദ് പിന്നെ നിങ്ങൾക്കറിയാലോ, ഏകദൈവ വിശ്വാസം എന്നാണ് തൗഹീദിൻ്റെ അർത്ഥം. പിന്നെ ഇബാദത്ത്, ആരാധന. പിന്നെ അതിൽ ളുൽമുൻ, ഇന്ന ശിർക ലളുൽമുൻ അലീം എന്ന് പറഞ്ഞില്ലേ, ളുൽമുൻ എന്ന് പറഞ്ഞാൽ അക്രമം എന്നാണ് അർത്ഥം. പിന്നെ അതിൽ ചെറിയൊരു ചോദ്യം കേട്ടോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ടപ്പോൾ അള്ളാഹു തീയിനോട് പറഞ്ഞത് ഖുൽന യാ നാറു കൂനി ബർദൻ വസലാമൻ. ആയത്തൊന്ന് പഠിക്കട്ടോ, ചിലപ്പോൾ വന്നേക്കാം, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 4-ാം പാഠത്തിൽ ഔലിയാക്കളെ പറ്റി പറയുന്നത് അല ഇന്ന ഔലിയ അള്ളാഹി ലാ ഖൗഫുൻ എന്ന് പറയുന്നുണ്ട്. ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം എന്നാണ്. അതുപോലെ യഹ്സനൂൻ എന്ന് പറയുന്നുണ്ട്, ഹസീൻ ദുഃഖം എന്നാണ് അർത്ഥം. പിന്നെ അതുപോലെ ആദ, ശത്രുത കാണിക്കുക എന്നാണ് അർത്ഥം, ആദ. അതുപോലെ തന്നെ ഹർബ്, യുദ്ധം. ഹർബ് എന്നാൽ യുദ്ധം. അതൊക്കെ മൻ ആദലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എന്നുണ്ടല്ലോ, അതിൽ നിന്ന് എടുത്ത വാക്കുകളാണ്. പിന്നെ അതുപോലെ തന്നെ ദ്വാഇൻ്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥന എന്നാണ്. പിന്നെ അതുപോലെ അദ്വാ എന്നുള്ള പാഠത്തിൽ തന്നെ പിന്നെ ഒരു ക്രൈസ്തവ സഹോദരൻ യേശുവിനോട് നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയാണ്. എന്താ കാരണം? അവർ യേശുവിനെ ആരാധ്യനായി വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹൈന്ദവ സഹോദരൻ ഗുരുവായൂരപ്പനോട് നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയാണ്. കാരണം അവർ ആരാധ്യനായി വിശ്വസിക്കുന്നത് ഗുരുവായൂരപ്പനെയാണ്. എന്നാൽ മുസ്ലിമീങ്ങളായി നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഔലിയാക്കൾ, അമ്പിയാക്കൾ എന്നിവരെ ആരാധ്യരായി വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അത് പ്രാർത്ഥനയാകൂല കേട്ടോ, മനസ്സിലാക്കി വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. അപ്പോൾ കാരണം ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അമ്പിയാക്കളെയും ഔലിയാക്കളെയും എന്ത് ചെയ്യുന്നില്ല? ആരാധ്യരായി കണക്കാക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. പിന്നെ 8-ാം പാഠത്തിൽ ഇൽമുൽ ഗൈബ്, അദൃശ്യ ജ്ഞാനം എന്നാണ് ഇൽമുൽ ഗൈബിൻ്റെ അർത്ഥം. അത് പഠിക്കണം കേട്ടോ. പിന്നെ ഐജാസുൽ ഖുർആൻ, ഖുർആനിൻ്റെ അമാനുഷികത എന്നാണ് അർത്ഥം, ഐജാസ്. 9-ാം പാഠമാണ്. അതിൽ തന്നെ ഖുർആനിനെ പറ്റി അതിൻ്റെ വിശേഷണങ്ങൾ, ഖുർആൻ്റെ വിശേഷണങ്ങൾ 2 എങ്കിലും പഠിക്കുക, ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ അദുവുൻ, ശത്രു എന്നാണ് അർത്ഥം. ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ എന്ന് പറഞ്ഞില്ലേ ആയത്തിലെ അദുവുൻ, ശത്രു. പിന്നെ 11-ാമത്തെ പാഠത്തിൽ അൽ ബിദ്അത്തു എന്നുള്ള, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അനാചാരം എന്നാണ് അർത്ഥം, അനാചാരം, ബിദ്അത്ത്. പിന്നെ അതുപോലെ മസ്റഅത്ത് എന്ന് പറഞ്ഞാൽ കൃഷിയിടം, അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ എന്ന് പറഞ്ഞില്ലേ,
ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. അതിൽ മസ്റഅത്തുൻ കൃഷിയിടം. പിന്നെ റിദ്ദത്തു. റിദ്ദത്ത് അറിയില്ലേ, മതത്തിൽ നിന്ന് പുറത്തു പോകൽ, അതാണ് അർത്ഥം റിദ്ദത്ത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാക്കുകൾ. ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.